ഇന്നത്തെ നമ്മുടെ റെസിപ്പി സവാളയും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന രണ്ട് സാധനങ്ങളല്ലേ. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 മുട്ട വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ അളവാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മുട്ട കൂടുതലായി എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം. ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മുട്ട വെച്ചിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു മുട്ട ഞാൻ 4 ആക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് ആ ഒരു പീസ് 2ആയിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് റെഡിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ട ബജിയൊക്കെ കാട്ടി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്